മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സാലഡാ ചെയ്യാൻ പോകുന്നത്. ബീൻസ് സ്റ്റിർ ഫ്രൈ സാലഡ് വിത്ത് പീനട്ട് ആൻഡ് എഗ് ആൻഡ് ഗാർണിഷ് വിത്ത് സിസമി സീഡ്സ്. വലിയ ഒരു വായിക്കൊള്ളാത്ത പേരാണെങ്കിലുമേ ഇത് നല്ല ഹൈ ഇൻ പ്രോട്ടീൻ, ഹൈ ഇൻ ഫൈബർ ആൻഡ് ഹൈ ഇൻ കാൽഷ്യം. അതായത് ഈ ബീൻസിനകത്ത് നമുക്കറിയുമോ, ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻസും ഇതിനകത്ത് അയണും മാഗ്നീഷ്യം പൊട്ടാസ്യം എന്ന് വേണ്ട എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പീനട്ടിനകത്ത് പ്രോട്ടീന്, എഗ് പ്രോട്ടീന്. അപ്പം നമ്മളെ ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡൊക്കെ അങ്ങോട്ട് കുറച്ചിട്ട് ഇനി നമുക്ക് പലതരത്തിലുള്ള സാലഡൂടെ ഉൾപ്പെടുത്തി നമുക്ക് കഴിക്കാം. വല്ലപ്പോഴും ഒക്കെ ഒരു ഇച്ചിരി ചോറ് കഴിക്കാൻ കൊതിയാകുമ്പോൾ ചോറോ ചപ്പാത്തിയോ ഒക്കെ കഴിക്കാം. കൂടുതൽ സമയങ്ങളിൽ നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കാം. അതായത് പ്രത്യേക അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം നമ്മളുടെ മൊത്തം ജനതകളിൽ ഒരു 30% ആളുകളുടെ കണക്കെടുത്താലും അവരുടെ ഹിസ്റ്ററി നോക്കിയാലും നമുക്കറിയാൻ പറ്റും ഒരുപാട് പേർക്ക് ഇപ്പൊ ഫാറ്റി ലിവറിന്റെ പ്രശ്നമുണ്ട്. അത് ഫാറ്റി ലിവർ ഒരു രോഗമായിട്ടല്ല ഡയഗ്നോസ് ചെയ്യുന്നത്. നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സയൻസ് നമുക്കൊരു സിംറ്റം ഉണ്ടാവുക, ഒരു അബ്ഡോമിനൽ പെയിൻ അല്ലെങ്കിൽ ഒരു കിഡ്നി പ്രോബ്ലം, അങ്ങനെ എന്തെങ്കിലും അസുഖമായിട്ട് നമ്മളൊരു സ്കാൻ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഗ്രേഡ് 1ഓ ഗ്രേഡ് 2ഓ ഗ്രേഡ് 3ഓ ഒക്കെ ഫാറ്റി ലിവറിന്റെ പ്രശ്നം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പം നേരത്തേക്ക് നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഈ അന്നജം അടങ്ങിയ ഫുഡൊക്കെ ഒന്ന് കുറയ്ക്കണം. കുറച്ചിട്ട് ഇതുപോലെ സാലഡുകൾ, ഇപ്പൊ ബീൻ സാലഡ് എന്ന് തന്നെയില്ല, നമ്മൾ ലെറ്റ്യൂസ്, കുക്കുംബർ, നമ്മൾ ലോ കലോറി ആയിട്ടുള്ള ഫുഡുകൾ, സാലഡുകളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ഉൾപ്പെടുത്തി നമ്മൾ കഴിക്കുക. അപ്പൊ ഈ ഫാറ്റി ലിവർ ഞാനും അതിൻ്റെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത ആളായതുകൊണ്ട് ഞാൻ ആധികാരികമായി സംസാരിക്കുമല്ല, എന്നാലും എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. എനിക്ക് ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആയിട്ട് ഒരിക്കൽ ഡയഗ്നോസ് ചെയ്തപ്പം ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് സജസ്റ്റ് ചെയ്തു, മിൽക്ക് തിസിൽ എന്ന് പറഞ്ഞ ഒരു ക്യാപ്സൂള് നമുക്ക് ഹോളണ്ട് ആൻഡ് ബാരറ്റ് ഇവിടുത്തെ ഒരു കടയാ, അവിടെ കിട്ടും. അത് കോസ്റ്റൽ ഏരിയയിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ് ആക്ച്വലി മിൽക്ക് തെസിൽ. ആ മിൽക്ക് തെസിലിന് നോർത്ത് ഇന്ത്യയിലൊക്കെ അത് ദൂത് പത്ര അങ്ങനെ പല പേരിൽ അറിയപ്പെടുവേ. അപ്പം മിൽക്ക് തെസില് ക്യാപ്സൂൾ, ബട്ട് I don't suggest any of you consume any capsule or medication without a doctor's consultation. നിങ്ങൾക്ക് അങ്ങനെ കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമേ, ഞാനത് നിങ്ങളെ ഒരിക്കലും ഫോഴ്സ് ചെയ്യുമല്ല കേട്ടോ. അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ കിഴുകാനെല്ലിയുടെ ഉപയോഗം ഒരുപാട് ഫാറ്റി ലിവറിന് നല്ലതാണ്. ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോൾ എപ്പോഴും കിഴുകാനെല്ലി എന്ന് പറയുന്ന ഒരു ചെറിയ ചെടിയാണ്, കുഞ്ഞിലയൊക്കെയുള്ള ആ ചെടി വെച്ച് നമുക്ക് തോരനൊക്കെ വെച്ച് കഴിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ക്യാപ്സൂള് നമുക്ക് കാമിലാരി എന്ന് പറയുന്ന ക്യാപ്സൂൾ, അത് കിഴുകാനെല്ലിയുടെ ക്യാപ്സൂളാണ്. അത് നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല അത് വിത്തൗട്ട് ഡോക്ടറിൻ്റെ അഡ്വൈസിൽ എടുക്കാനെങ്കിൽ എടുക്കരുത്, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട്. എനിക്ക് ആ ഗ്രേഡ് 2 ഫാറ്റി ലിവറിൽ നിന്ന് എനിക്കിപ്പം ഗ്രേഡ് 1. എന്താ ഞാനിപ്പം ഒരുപാട് ചോറ് കഴിക്കുന്നതൊക്കെ കുറച്ചു. മറ്റ് മുൻകാലങ്ങളിൽ ഞാൻ 3 നേരം ചോറ് കഴിച്ചാലും എനിക്ക് എത്രയും ഇഷ്ടമാണ് ചോറും. അതുപോലെ തന്നെ അരി കൊണ്ടുള്ള മറ്റേ ദോശയോ അപ്പമോ ഇടിയപ്പമോ പുട്ടോ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിക്കാൻ വേണ്ടി ഇപ്പം അതൊക്കെ ഞാൻ കുറച്ചിട്ട് വല്ലപ്പോഴും ഒക്കെ കഴിക്കും കേട്ടോ. എല്ലാം തന്നെ ഞാൻ കഴിക്കും, പക്ഷെ ക്വാണ്ടിറ്റിയാണ് മെയിൻ പ്രശ്നം. അതുപോലെ തന്നെ ഈ ഫാറ്റി ലിവർ ഉള്ളവരെ മെയിനായിട്ട് കഴിക്കേണ്ട 1-2 ഫ്രൂട്ട്സുകൾ ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ സ്ട്രോബെറിയിൽ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. സ്ട്രോബെറി ഒരുപാട് നല്ലൊരു ഫ്രൂട്ട്. അതുപോലെ ഗ്രേപ്പ് ഫ്രൂട്ട്, ഗ്രേപ്സ് അല്ല ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഓറഞ്ച് പോലെ ഒരു വലിയ ഒരു വൈറ്റമിൻ സി ഒരുപാട് അടങ്ങിയ ഒരു ഫ്രൂട്ടാണത്, ഗ്രേപ്പ് ഫ്രൂട്ട്. അതുപോലെ തന്നെ ബീട്രൂട്ട് ഒരുപാട് നല്ലതാണ്. അപ്പം അതുപോലെ ഓയിൽ കൺസംഷൻ നമ്മൾ മാക്സിമം കുറച്ചിട്ട് നമ്മൾക്ക് പറ്റുന്ന പോലെ നമുക്ക് ഒലിവ് ഓയിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ഒലിവ് ഓയിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ബാക്കിയുള്ള റിഫൈൻഡ് ഓയിലുകളുടെയൊക്കെ ആ ഇന്ത്യക്ക് കുറച്ചിട്ട് നമ്മളുണ്ടല്ലോ വെളിച്ചെണ്ണയാണ്
കൂടുതൽ എന്നോട് നാട്ടിലൊരു ഡോക്ടർ അഡ്വൈസ് ചെയ്തത്. ഒലിവ് ഓയിൽ മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഒലിവ് ഓയിലിനൊക്കെ ഒരുപാട് വിലയായതുകൊണ്ട് നിങ്ങൾക്ക് പാടായിരിക്കും. അപ്പോൾ ഈ പാം ഓയിലും അങ്ങനത്തെ ഓയിലുകളൊക്കെ ഇങ്ങോട്ട് കുറച്ചിട്ട് നമ്മൾ നല്ല വീട്ടിലാട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണ, നമുക്ക് വീട്ടിൽ ഇപ്പം തേങ്ങ ഇല്ലാത്തവർക്ക് അടുത്തു നിന്നൊക്കെ ആണെങ്കിലും വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങാൻ ശ്രമിക്കണം. അപ്പം നമുക്ക് ഇനിയും സാലഡ് ഉണ്ടാക്കുന്ന കാണാം. അപ്പം ആദ്യം ഈ സാലഡ് ഉണ്ടാക്കാൻ ഇതിൻ്റെ എടുപ്പൊന്ന് എടുത്ത് കളഞ്ഞിട്ട്, ഇതിങ്ങനെ കൈവച്ച് അടിച്ചു കളയാവുന്നേ, നല്ല ഇളം ബീൻസ് വാങ്ങിച്ചാലേ. ഇങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് ഒടിച്ചെടുക്കട്ടെ. അതുപോലെ തന്നെ അതിനു മുമ്പേ ഈ 2 മുട്ട നമുക്ക് പുഴുങ്ങാൻ വെക്കാം. ആ മുട്ട പുഴുങ്ങാനേ ഞാനിത് വാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമ്മൾ ഇവിടെ നിങ്ങളെ അടുപ്പേ പുഴുങ്ങുന്നതിൻ്റെ കുറച്ച് ടൈം മതി. ഈ മുട്ട ഈ കുക്കറിലോട്ട് ഇട്ടിട്ട് 5 മിനിറ്റ് കൊണ്ട് ഒരു വിസിലടിക്കുമ്പോൾ മുട്ട പുഴുങ്ങി റെഡിയാകും. അപ്പം നമുക്ക് മുട്ട പുഴുങ്ങി ഈ ബീൻസ് ഒന്ന് റെഡി ചെയ്തിട്ട് കാണാം. ഒറ്റ വിസിലിന് നമ്മളുടെ എഗ്ഗ് വെന്തിരിപ്പുണ്ട്. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചെടുത്തിട്ട് ഞാൻ നമ്മുടെ ബീൻസൊക്കെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നൈഫൊന്നും ഉപയോഗിക്കാൻ പോയില്ല, കൈവച്ച് തന്നെ ഇങ്ങനെ ഓടിച്ചെടുത്ത്. ഇത് വാഷ് ചെയ്ത് വെച്ചിരുന്ന ബീൻസാണ്, അതുകൊണ്ട് എല്ലാം റെഡി ചെയ്ത് ഞാൻ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഈ ഗാർലിക്ക് ഒന്ന് ചതച്ചെടുക്കാം. സ്റ്റിർ ഫ്രൈ ചെയ്യുന്ന എല്ലാ വെജിറ്റബിളിൻ്റെ കൂടെ നമ്മൾ ഈ ഗാർലിക്ക് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അത് നമ്മുടെ ഈ ഗാർലിക്കിനകത്ത് ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ ബ്ലഡ് പ്രഷറിനെയും കൊളസ്ട്രോളിനെയും ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനമൊക്കെ നല്ലവണ്ണം ഒന്ന് എൻഹാൻസ് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഗാർലിക്ക്. അപ്പോൾ 1 കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കട്ടെ ഞാൻ. ഗാർലിക്ക് ചതച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലെ തന്നെ കുറച്ച് പെപ്പർകോൺസ് ഉണ്ട്. പെപ്പർകോൺസ് ഈ കുരുമുളകും ഈ പീനട്ടും കൂടെ ഒന്ന് ചതച്ചെടുത്ത് വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കുക്ക് ചെയ്യുന്നത് കാണാം. ചതച്ചെടുത്ത് വെച്ചു. ഇനി നമ്മൾ ഈ കുരുമുളക് ഇങ്ങോട്ടിട്ട് കൊടുക്കാം. ഈ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒരു 3 മുളക്, അതിൻ്റെ അരി വേണ്ട, അരി കൂടി ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് എരിവ് വേണ്ട. നമുക്ക് ഈ അരി അങ്ങ് മാറ്റി കളയാം. എന്നിട്ട് ഒരു 3 മുളകും 1 സ്പൂണ് പെപ്പറും കൂടെ അതൊന്ന് ചതച്ചെടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ പീനട്ടും കൂടെ ഇട്ട്, പീനട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഇതിനകത്ത് പ്രോട്ടീൻ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇപ്പം ഏറ്റവും നല്ലത് നമുക്ക് പീനട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വാൾനട്ട് ഉപയോഗിക്കാം. നമുക്ക് വാൾനട്ടിനൊക്കെ ഒരുപാട് വിലയല്ലേ, അപ്പം നമുക്ക് പീനട്ട് മതി. പീനട്ടിൽ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഒരുപാട് കാൽഷ്യവും ഫൈബറും പ്രോട്ടീനും ഒക്കെ അടങ്ങിയ നമുക്ക് ബീൻസ് ഉണ്ട്. പീനട്ടിനകത്ത് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. മുട്ടയ്ക്കകത്ത് പ്രോട്ടീൻ ഉണ്ട്. അതുപോലെ സെസമി സീഡ് നമ്മൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് കാൽഷ്യം അടങ്ങിയതാണ് സെസമി സീഡ്. ഇതൊരു ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമേ സെസമി സീഡ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പം ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് ഒലിവ് ഓയിലാണ് ഒഴിക്കാൻ പോകുന്നത്. ആ ഒലിവ് ഓയിൽ ഒഴിച്ചു. ഇനി നമുക്ക് അതിലേക്ക് ഗാർലിക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ആ എണ്ണയിലൊന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇനി അതിലേക്ക് ബീൻസ് ഇടാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഈ ബീൻസിൻ്റെ കൂടെ കിടന്ന് അതൊന്ന് കുക്കായിക്കോളും. ഇനി ബീൻസ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 സ്പൂൺ ഉപ്പാണ്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം. അടപ്പ് മാറ്റി പൊടിച്ച് വെച്ചിരിക്കുന്ന പീനട്ടും കുരുമുളകും മുളകും എല്ലാം കൂടെ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരുപാട് നേരം ഒന്നും ഇട്ട് കുക്ക് ചെയ്യേണ്ട. ബീൻസ്
നല്ല വാടാത്ത ബീൻസിന് ഒരുപാട് വേവൊന്നുമില്ല. ഇതിപ്പം മൊത്തത്തിൽ ഒരു 5 മിനിറ്റ് പോലും തികച്ചു വേണ്ട ഇതൊന്ന് കുക്കായി വരാൻ. ഇതെല്ലാം ഉപ്പിൻ്റെ അളവൊക്കെ നമ്മളെ ആവശ്യാനുസരണം ചേർക്കണം. അതുപോലെ ഇതിനകത്തേക്ക് നമ്മളൊരു കുറച്ച് നാരങ്ങാനീരൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു കുറച്ച് നാരങ്ങയുടെ നീര് ഒരു സ്പൂണോളം വരും, അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ നല്ല അടിപൊളിയാണ്. ഇപ്പം തന്നെ നല്ലൊരു ആ ബീൻസിനെ ആ പീനട്ടിൻ്റെ എല്ലാം കോട്ടിങ് വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പം തന്നെ സിസമി സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് 1 മിനിറ്റ് കൂടെ ഒന്ന് അടപ്പടച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നിരുന്ന് സെറ്റാകട്ടെ. നമ്മളൊന്ന് അടപ്പടച്ച് കൊടുക്കാം, എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇതാണ് ബീൻസ് സ്റ്റിർ ഫ്രൈഡ് സാലഡ് വിത്ത് പീനട്ട് ആൻഡ് എഗ് ആൻഡ് ഗാർണിഷ് വിത്ത് സിസമി സീഡിൻ്റെ ഫൈനൽ സ്റ്റേജ് ആണിത്. അപ്പം ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇന്നത്തെ ഡിന്നറാണ്. 2 പേർക്കുള്ള പോർഷനാണ്. അതിൻ്റെ കൂടെ ഞാനൊരു കുറച്ച് ക്യാരറ്റും കുറച്ച് ടൊമാറ്റോയും എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ ഇത് തന്നെയും കഴിക്കാം. ഇത് കുറച്ച് പോർഷൻ ഉള്ളതുകൊണ്ടാണ്. ഇത്രയും മതി, നമുക്ക് ഡിന്നറിന് ഇതൊക്കെ മതി. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയായിരുന്നു സോൾട്ടൊക്കെ ഓക്കെ ആണോ എന്ന്. അപ്പം നല്ല അടിപൊളിയാ മക്കളെ. ഇതിനകത്ത് ആ പീനട്ട് ചേർത്തിട്ട് നമ്മളൊരു കുറച്ച് ഒരു ചെറിയ സ്പൂണ് ലെമൺ ജ്യൂസ് നമ്മൾ ചേർത്ത് കൊടുത്തില്ലേ, അപ്പോൾ ആ ബീൻസേൽ ആ ഒരു ചെറിയ പുളിയും ആ പെപ്പറൊക്കെ ചേർത്ത് അതിൻ്റെ ആ ടേസ്റ്റും പീനട്ടും എല്ലാം കൂടെ നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ശരിക്കും പറയുന്ന നിങ്ങളപ്പം എല്ലാവരും ഇപ്പം അവരുടെ ഹെൽത്തിനകത്ത് ഒരുപാട് കോൺഷ്യസ് ആണെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ പലതരം സാലഡുകൾ കഴിക്കുമ്പോൾ ഈ ഒരു സാലഡും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാലഡല്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ എന്നെ പ്രചോദനം ചെയ്യുന്നത്. അപ്പം നമുക്ക് ഉടനെ കാണാം. ബൈ, താങ്ക് യു ഓൾ.